വെല്ലുവിളികളെ അതിജീവിച്ച് നല്ല രീതിയിലുള്ള വികസനമാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഓഖിയും നിപ്പയും കോവിഡുമൊക്കെ അതിജീവിച്ചാണ് നാട് മുന്നോട്ട് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു. കായംകുളം സിറ്റിംഗ് എം.എൽ.എയും സ്ഥാനാർത്ഥിയുമായ പ്രതിഭയെ മുസ്ലിം ലീഗ് നേതാവ് അധിക്ഷേപിച്ച വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. എറണാകുളം കളമശ്ശേരി എടയാറിൽ സിജി ലൂബ്രിക്കൻസ് എന്ന ഓയിൽ കമ്പനിയിൽ തീപിടുത്തത്തിൽ ബീഹാർ സ്വദേശിയായ ഒരാൾ മരിച്ചു. ഇന്ന് രാവിലെ 8:30-ക്കാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാ പ്രവർത്തകർ കഠിന പ്രയത്നത്തിലൂടെ മണിക്കൂറുകൾ കൊണ്ട് തീ നിയന്ത്രണത്തിലാക്കി. 40 തൊഴിലാളികളിൽ 39 പേരും സുരക്ഷിതരെന്നാണ് വിശദീകരണം. സംസ്ഥാനത്ത് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ഇന്നോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകും. വൈകുന്നേരത്തോടെ മത്സരരംഗത്തുള്ളവരുടെ കൃത്യമായ കണക്ക് ലഭ്യമാകും. ബി.ജെ.പി. വലിയ മുന്നേറ്റം നടത്തുമെന്ന് ദേശീയ നേതാവും മന്ത്രിയുമായ ശോഭ കരന്തലജെ പറഞ്ഞു. കേരളത്തിൽ LDF-ഉം UDF-ഉം തത്വത്തിൽ ഒന്നു തന്നെയാണെന്നും ശോഭ കരന്തലജെ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT മേധാവി SP S ശശിധരൻ നേരിട്ട് കോടതിയിലെത്തി. അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള അവസ്ഥ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ ധരിപ്പിച്ചു. നടനും സംവിധായകനുമായിരുന്ന E.A. രാജേന്ദ്രൻ കൊല്ലത്ത് പട്ടത്താനത്തെ വസതിയിൽ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. നടൻ മുകേഷിന്റെ സഹോദരി സന്ധ്യയുടെ ഭർത്താവാണ് E.A. രാജേന്ദ്രൻ. വട്ടിയൂർക്കാവിൽ BJP CPM ഡിയിലുണ്ടെന്ന് K. മുരളീധരൻ ആരോപിച്ചു. നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതിലുള്ള പക തുടരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. മുരളീധരന്റെ ആരോപണം അസംബന്ധമാണെന്ന് BJP സ്ഥാനാർത്ഥി ശ്രീലേഖ മറുപടി പറഞ്ഞു. ആലുവയിൽ 6 ഇടങ്ങളിൽ ഗുണ്ടകളെ പിടികൂടാനായി റെയ്ഡ് നടത്തി പോലീസ് 3 ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തു. ക്രൈസ്തവ പിന്തുണ ഇടത് കേരള കോൺഗ്രസിനാണോ വലത് കേരള കോൺഗ്രസിനാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെ നേതാക്കൾ. സൂചനയൊന്നും കത്തോലിക്ക സഭ നൽകാത്തതാണ് നേതാക്കളെ അങ്കലാപ്പിലാക്കുന്നത്. താൻ അരസംഖ്യയല്ല മുഴു കോൺഗ്രസാണെന്ന് നടൻ രമേശ് പിഷാരടി പാലക്കാട് പറഞ്ഞു. അരസംഖ്യയെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു രമേശ് പിഷാരടി. ഓഖ എറണാകുളം എക്സ്പ്രസിൽ 10 വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം കാട്ടിയ ട്രെയിനിലെ ബെഡ്റോൾ ജീവനക്കാരൻ നൻ ഹക്കുവിനെ കോഴിക്കോട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ അമ്മ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം വാങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് കാൺപൂർ സ്വദേശിയായ ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കാനെത്തിയത്. സംസ്ഥാനത്ത് വീണ്ടും താപനില ഉയരുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. ഹോർമുസ് കടലിടുക്കിനു ശേഷം ബാബ് അൽ മന്ദബ് കൂടി ഇറാൻ അടച്ചേക്കുമെന്ന് ഭീഷണി. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ വർദ്ധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കിംവദന്തികളിൽ വീഴരുതെന്നും പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടരുതെന്നും പൊതുജനങ്ങളോട് വീണ്ടും കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും യോഗം വിളിച്ചു. നാളെ വൈകിട്ട് 6:30-ക്കാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗം നടക്കുക.